ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മക്കളാകാനുള്ള അവകാശം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 1-ാം അധ്യായം 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ബൈബിൾ പ്രകാരം വിശ്വാസികൾക്ക് ദൈവം നൽകുന്ന അധികാരങ്ങൾ എന്തൊക്കെയാണ്? അവ ഇവയാണ്: 1. ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം. 2. ശക്തനായ മനുഷ്യനെ ബന്ധിക്കാനുള്ള അധികാരം. 3. ബന്ദികളെ സ്വതന്ത്രരാക്കാനുള്ള അധികാരം. 4. രോഗത്തിന്മേലുള്ള അധികാരം. 5. പ്രകൃതിയുടെ മേലുള്ള അധികാരം. 6. മരണത്തിന്മേലുള്ള അധികാരം. ഈ അധികാരങ്ങളെല്ലാം സ്വീകരിക്കാൻ നാം ആദ്യം ദൈവത്തിന്റെ മക്കളാകണം. ക്രൂശിന്റെ കാൽക്കൽ വന്ന്, കർത്താവേ, ഞാനൊരു പാപിയാണ്, നീ നിന്റെ രക്തം ചൊരിഞ്ഞ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ രക്തത്താൽ എന്നെ കഴുകി നിന്റെ മകനായി സ്വീകരിക്കുക. അങ്ങനെയുള്ള ഒരാൾക്ക് ദൈവം തന്റെ മകനാകുവാൻ അവകാശം നൽകുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് ഒരു അവകാശം സ്വീകരിക്കുന്നതിനപ്പുറം ഒരാൾ ആ അധികാരം പ്രയോഗിക്കുന്നവരാകണം. ഒരു ദിവസം രാജാവിനൊപ്പം ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന ഒരു ദരിദ്രൻ അദ്ദേഹത്തെ കാണാൻ വന്ന് അപേക്ഷിച്ചു. രാജാവേ, ഞാൻ ജോലിയില്ലാത്തവനും കഷ്ടപ്പെടുന്നവനുമാണ്. ദയവായി എനിക്കൊരു നല്ല ജോലി തരൂ. ആ മനുഷ്യന് വിദ്യാഭ്യാസം കുറവാണെന്നും എന്ത് സ്ഥാനം നൽകണമെന്ന് ഉറപ്പില്ലെന്നും മനസ്സിലാക്കിയ രാജാവ് ആവർത്തിച്ചുള്ള അഭ്യർത്ഥനകൾ നിർത്താൻ ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, കടൽ തീരത്ത് പോയി ദിവസം മുഴുവൻ തിരമാലകൾ എണ്ണുക. എന്റെ മന്ത്രിയെ എണ്ണമറിയിക്കുക, എന്നിട്ട് നിങ്ങളുടെ കൂലി വാങ്ങുക എന്ന്. ആ മനുഷ്യൻ ആവേശഭരിതനായി, കടൽ തിരമാലകൾ എണ്ണാൻ രാജാവ് എനിക്ക് അധികാരം തന്നു എന്ന് വീമ്പിളക്കിക്കൊണ്ട് അദ്ദേഹം പട്ടണം ചുറ്റി നടന്നു. അദ്ദേഹം മന്ത്രിയോട് പറഞ്ഞു, കടൽ തീരത്ത് ഒരു വലിയ മാളിക പണിതു. അദ്ദേഹത്തെ സഹായിക്കാൻ 100 തൊഴിലാളികളെ നിയമിച്ചു. തീരത്തിനടുത്തായി ബോട്ടുകളും കപ്പലുകളും കടന്നുപോകുന്നത് നിരോധിക്കുന്ന ഒരു ഉത്തരവ് പോലും അദ്ദേഹം പുറപ്പെടുവിച്ചു. അദ്ദേഹം അവകാശപ്പെട്ടു, ഞാൻ തിരമാലകൾ കൃത്യമായി എണ്ണണം. എൻ്റെ സുഹൃത്തായ രാജാവ് എനിക്ക് ഈ ജോലി തന്നു. അദ്ദേഹം എനിക്ക് അധികാരം തന്നു. രാജാവിൻ്റെ പേരും അധികാരവും നൽകിയതോടെ അദ്ദേഹം ആഗ്രഹിച്ച എല്ലാ ആനുകൂല്യങ്ങളും അദ്ദേഹം ആസ്വദിച്ചു. ഇതൊരു നർമ്മകഥ മാത്രമാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് നോക്കാൻ ഇത് നമ്മെ സഹായിക്കും. രാജാതിരാജാവും പ്രഭുക്കന്മാരുടെ നാഥനുമായ ദൈവം എല്ലാ അധികാരങ്ങളും ദാനങ്ങളും കഴിവുകളും നൽകിയിട്ടുണ്ടെങ്കിലും നാം പലപ്പോഴും അധികാരവും അവകാശവും പ്രയോഗിക്കുന്നതിൽ പരാജയപ്പെടുന്നു. തൽഫലമായി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ഇടറുകയും വളരുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നു. ദൈവമക്കളെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം പ്രയോഗിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാം. ജാതികൾ നമ്മിലൂടെ അവന്റെ മഹത്വം കാണട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 2 കൊരിന്ത്യർ 5-ാം അധ്യായം 20-ാം വാക്യം. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിനു വേണ്ടി സ്ഥാനാധിപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന് ദൈവത്തിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ 1 രാജാക്കന്മാർ 14-15 അധ്യായങ്ങൾ, വൈകുന്നേരം ലൂക്കോസ് 22-ാം അധ്യായം 21 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.